പ്രേക്ഷകർ തത്സമയം ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ദുരന്തമുഖത്തേക്ക് എത്തുന്ന ദൃശ്യമാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, കേരളം കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്, നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ദുരന്തത്തെ നേരിടണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു എന്ന് നേരത്തെ അദ്ദേഹം 24 സംസാരിക്കും പറഞ്ഞിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ആവശ്യം പരിഗണിക്കണമെന്ന് സർക്കാർ ശാസ്ത്രീയമായി പരിശോധിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഈ കുടുംബത്തിന് എന്തെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെയോ മറ്റോ ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, വല്ല ഇൻഷുറൻസോ മറ്റോ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്നൊരു കാരണം പറഞ്ഞ് അത് ഒഴിവായി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ഇല്ലാതെ ബോഡികൾ വിട്ടുകൊടുക്കണം എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം ശാസ്ത്രീയമായി പരിശോധിച്ച സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഡെങ്കി വോട്ട് കൂടി ഇപ്പോൾ ഇറക്കുമെന്നാണ് നമുക്ക് അറിയുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പല മൃതദേഹങ്ങളും ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. 93 പേർ മരിച്ചു ഈ ദുരന്തത്തിൽ എന്ന വാർത്ത വരികയാണ്. KR ഗോപികൃഷ്ണൻ നമുക്കൊപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഗോപികൃഷ്ണൻ. SKN അതീവ ദുഷ്കരവും സാഹസികവുമായ രക്ഷാദൗത്യമാണ് ഇപ്പോൾ മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 13 മണിക്കൂറായി ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങൾ. അതിന് പ്രധാനപ്പെട്ട കാരണം ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയുമായി ബന്ധിപ്പിക്കുന്ന പാലം തകർന്നു പോയതും അവിടേക്കുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായി ഇല്ലാതായതുമാണ്. ഇതോടുകൂടി മുണ്ടക്കൈയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്, എത്ര പേരാണ് ജീവരക്ഷ കാത്ത് കിടക്കുന്നത് എന്നൊന്നുമുള്ള വ്യക്തമായൊരു ചിത്രം ഉണ്ടായിരുന്നില്ല. ആദ്യ സമയത്ത് ഏതാണ്ട് 5-6 പേരടങ്ങുന്ന NDRF സംഘം പുഴയ്ക്ക് കുറുകെ വടം കെട്ടി അവിടെ എത്തി അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ കൂടുതൽ സൈനികരുടെ ഒരു സംഘം അവിടേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. NDRFിൻ്റെയും സൈന്യത്തിൻ്റെയും സംഘമാണ് പുഴ കടന്ന് മുണ്ടക്കൈയിൽ എത്തിയത്. ഏതാണ്ട് ദുരന്തം നടന്ന് 13-13.5 മണിക്കൂർ കഴിയുമ്പോഴാണ് തീർത്തും ഒറ്റപ്പെട്ടു പോയ ഒരു മേഖലയിലേക്ക് രക്ഷാദൗത്യം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം തന്നെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. രാവിലെ മുതൽ തന്നെ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ ഒന്നാണ് വയനാട്. അവിടെ രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ തുടർച്ചയായി പെയ്യുന്നുണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന മേഖല എന്നതുകൊണ്ട് തന്നെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അവിടെ മുണ്ടക്കൈ പുഴയിൽ ക്രമാതീതമായി വെള്ളമുയർന്നത് മറ്റൊരു ഉരുൾപൊട്ടൽ കൊണ്ടാണോ എന്നൊക്കെയുള്ള വാർത്തകളും ആ സമയത്ത് ആശങ്ക പരത്തിയിരുന്നു. പക്ഷേ മലവെള്ളപ്പാച്ചിൽ രൂക്ഷമായതിന് അതിന് കാരണം എന്നതിന് പിന്നീട് മനസ്സിലാകുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ദൗത്യസംഘം നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കൂടുതൽ ആളുകളെ ഈ മറുഭാഗത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്താനും അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും മന്ത്രിമാരുടെ സംഘത്തെ മുഖ്യമന്ത്രി നിയോഗിച്ചിട്ടുണ്ട്. കെ രാജൻ, റവന്യൂ മന്ത്രി, OR കേളു, PA മുഹമ്മദ് റിയാസ് എന്നിവരടങ്ങുന്ന സംഘം ആ സംഭവ ദുരന്തമുഖത്തെത്തിയിട്ടുണ്ട്. അവർ രക്ഷാദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘവുമായി അവർ ചർച്ചകൾ നടത്തി. രക്ഷാദൗത്യം ഇനി അങ്ങോട്ട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്, ഏത് ദിശയിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ കൊണ്ടുപോകേണ്ടത്, കാലാവസ്ഥ പ്രതികൂലമാവുകയാണെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, ആരൊക്കെയാണ് അധികമായി ആ മേഖലയിൽ വിന്യസിക്കേണ്ടത്, എന്തൊക്കെ അഡീഷണലായിട്ട് എന്തൊക്കെ സംവിധാനങ്ങൾ ആ ദുരന്ത മേഖലയിൽ എത്തിക്കണം, അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ട ഭക്ഷണം, മരുന്ന് എന്നിവ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ അതിലെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കുകയായിരുന്നു ഈ പ്രത്യേക കൂടിക്കാഴ്ചയുടെ അല്ലെങ്കിൽ പ്രത്യേക ചർച്ചയുടെ ഉദ്ദേശം. ആ ചർച്ച ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രക്ഷാദൗത്യം ഏതാണ്ട് വിജയം കാണുന്നു എന്ന ശുഭകരമായ ആശ്വാസകരമായ വിവരം അവിടെ നിന്ന് വരുന്നത്. ഇനി SKN നമുക്കറിയാനുള്ളത്, നമുക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്തത് ഈ കെട്ടിടങ്ങ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർ, മണ്ണിനടിയിൽ ആണ്ടുകിടക്കുന്നവർ, സ്വന്തം വീട് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഇല്ലാതായി അതിനടിയിൽ കിടക്കുന്ന ആളുകൾ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ഒരു ചിത്രമോ കണക്കോ നമ്മുടെ കയ്യിലില്ല. ഒരുപക്ഷെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഴവും ഇനിയും ഏറെ വലുതാണ് എന്ന് നമുക്ക് തോന്നാൻ കാരണം തന്നെ ഇതിങ്ങനെ അറിയാതെ കിടക്കുന്ന, ഒരു തരത്തിലും വിവരങ്ങളില്ലാതെ കിടക്കുന്ന ഈ സംഭവങ്ങളിലാണ്. ഏതായാലും രക്ഷാദൗത്യം അത് പരിപൂർണമായ സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അത് സമ്പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആശ്വാസകരമായ വാർത്ത 13 മണിക്കൂറായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ പ്രദേശത്ത് നിന്നും ഇപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുന്ന ആളുകളെ അവരെ സുരക്ഷിതമായ ഒരിടത്തേക്ക് കൊണ്ടുവരുന്നു എന്നതാണ്. അവർക്ക് ആദ്യം മതിയായ ചികിത്സാ സൗകര്യം നൽകണം, ആദ്യം അവർക്ക് ഫസ്റ്റ് എയ്ഡ് നൽകണം, അതിനുശേഷം ഭക്ഷണം, വെള്ളം, വസ്ത്രം ഇതൊക്കെ അവർക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കായിരിക്കും രക്ഷാദൗത്യം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ളതാണ് SKN.
ഗോപികൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നമുക്കൊപ്പം ചേർന്നത്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ എത്തിക്കഴിഞ്ഞു. എന്തായാലും വയനാടിനെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലാണ് ഇന്ന് വെളുപ്പിന് 1 മണിക്ക് ഉണ്ടായത്. ഹാഷ്മി താജ് ഇബ്രാഹിം 93 പേർ മരിച്ചു എന്ന വാർത്ത വരുമ്പോൾ മറ്റെന്തെങ്കിലും വാർത്തകൾ വരുന്നുണ്ടോ? ഉറ്റവരും ഉടയവരും ഒക്കെ തന്നെ പെട്ടെന്ന് ഇല്ലാതായ ദുരന്തത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണ് ഇപ്പോൾ ഈ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആളുകൾ. അതുപോലെ തന്നെ ഉറ്റവരെയും ബന്ധുക്കളെയും ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന പരിഭ്രാന്തിയിൽ മനസ്സ് കുതുങ്ങി നടക്കുന്ന ആളുകളും അവിടെ ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ്? ഉറപ്പായും 2018 മഹാപ്രളയത്തിന് ശേഷം കേരളം കൊണ്ട് ഏറ്റവും മഹാദുരന്തമായി മാറുകയാണ് ചൂരൽമല ഉൾപ്പെടുന്ന ഒരു തർക്കമില്ല. സ്കേൻ ഇതിനോടകം തന്നെ ദുരന്ത വ്യാപ്തിയുടെ ഒരു കോണമെങ്കിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വ്യാപ്തി ഇതല്ല എന്ന് ആശങ്കപ്പെടുന്നു. ഉരുൾപൊട്ടലിൽ മരണം 93 എന്ന് പറയുമ്പോൾ പേടിയാവുന്നു സ്കേൻ. കാരണം ഈ സംഭവത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ. പ്രേക്ഷകർ കാണുന്നത് കനത്ത മൂടൽമഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങൾ പോലും വ്യക്തമല്ലാത്ത രീതിയിൽ കനത്ത മൂടൽമഞ്ഞ് അവിടെ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ്. അവിടെ പൊട്ടിയെത്ത ഉരുൾ കണക്കെ മൂടൽമഞ്ഞ് ഇപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ്. അത് ഉണ്ടാക്കുന്ന വിസിബിലിറ്റി ഉണ്ടാക്കുന്ന പ്രശ്നം, അതിഭീകരമായ പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നത്. രക്ഷാദൗത്യത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. അല്പസമയം മുൻപ് മാത്രമാണ് ഈ സൈനികാംഗങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ സെൻറ്റർ ഓഫ് ട്രാജഡി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞത്. ഏകദേശം ഒരു 4 മണിയോടുകൂടി മാത്രമാണ്. അരമണിക്കൂറോട് 100ഓളം പേർ അതിനുള്ളിലുണ്ട്. അവരെ പുറത്തേക്ക് എത്തിക്കുകയാണ്. അത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വടം കെട്ടി ആ വടത്തിൽ സൈനികാംഗങ്ങൾ ചേർത്ത് പിടിച്ച് തൂക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, ഈ കയറിൽ കൂടി എത്ര പേരെ ഇപ്പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞു? ഈ മൂടൽമഞ്ഞ് ഡിങ്കി ബോട്ടിറക്കൽ ഇപ്പോൾ പ്രാക്ടിക്കലാണോ എന്നറിയില്ല. മൂടൽമഞ്ഞ് എത്രത്തോളം ദുസ്സഹമാണ് രക്ഷാദൗത്യത്തിന്? ശ്രീകാന്ത്, അവിടെ ആളുകൾ കരഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന കാഴ്ച അങ്ങേയറ്റം ഹൃദയവേദനയാണ്. എന്ന് പറഞ്ഞാൽ പരിക്കേറ്റ ആളുകളൊക്കെ അവരുടെ സ്വന്തം കുടുംബാംഗങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള ആശുപത്രിയിലേക്ക് എത്തുകയാണ്. മേപ്പാടി MCHലാണ് ഏറ്റവും അധികം സങ്കടക്കാഴ്ചകൾ, കണ്ണീർ കാഴ്ചകൾ കാണുന്നത്. അവിടെ ബന്ധുക്കളുടെ തീർത്താൽ തീരാത്ത വലിയ നിലവിളി സങ്കടങ്ങൾ കാണുന്നു. അവർ ഉറ്റവരെ തിരിച്ചറിയുന്നത് കാണുന്നു. അവിടെ MCHൽ മാത്രം ഏകദേശം 50ലധികം മൃതദേഹങ്ങൾ അവിടെയുണ്ട്. അവിടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 93 മരണം എന്ന് പറയുമ്പോൾ അത് അചിന്ത്യമാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ രക്ഷാദൗത്യം തുടങ്ങിയത് 4:30 വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പോഴേക്കും 100ലേക്ക് ആ മരണം ഉയരുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണത്. അത് കേരളം 2018 പ്രളയം കണ്ട ഏറ്റവും വലിയ ദുരന്തമെന്ന് ഉറപ്പായി നിസ്സംശയം പറയാം. ചൂരൽമല അങ്ങാടി ഏതാണ്ട് ഇല്ലാതാവുന്ന സാഹചര്യം നമ്മൾ ചൂരൽമലയിൽ കണ്ടിരുന്നു എന്നുള്ളത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നിൽക്കുമ്പോൾ. കാരണം അത്രയേറെ ഭയാനകമായ കാഴ്ചകൾ, അത്രയേറെ ഹൃദയഭേദകമായ കാഴ്ചകൾ ഒക്കെ കാണേണ്ടി വരികയാണ് ഇവിടെ. ഞാൻ മുമ്പ് പെട്ടിമുടിയിലും പുത്തുമലയിലും കവളപ്പാറയിലും ഒക്കെ പോയിരുന്നു ഈ മാധ്യമപ്രവർത്തന ജീവിതത്തിന്റെ ഭാഗമായി ഈ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്. പക്ഷേ അതിലും മുണ്ടക്കൈയിൽ പല വീടുകളുടെയും തറ മാത്രം കാണുന്നു അവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്നു. മുണ്ടക്കൈയിലെ അവസ്ഥ സ്ഫോടനാത്മകമാണെന്ന കാര്യത്തിൽ തർക്കവുമില്ല. കാര്യം അവിടുന്ന് വിളിക്കുന്ന ആൾക്കാരൊക്കെയും ഏതാണ്ട് കരച്ചിലിൻ്റെ വക്കോളത്തിൽ നിസ്സഹായതയിൽ ഒരു വിലാപ സ്വരത്തിലാണ് അവർ സംസാരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടുത്തു എന്നൊരൊറ്റ കാര്യം മാത്രമേ പറയാൻ. ഞങ്ങൾക്കിപ്പോൾ വേണ്ടത് മരുന്നും വെള്ളവും ഭക്ഷണവും അല്ല, ഞങ്ങൾക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്തുക എന്നതാണ് പ്രധാന കാര്യം. അവിടെ ഇനിയും ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അല്പസമയം മുൻപാണ് നമ്മുടെ സുർജിത്തും ഒക്കെ അവിടെ നദിക്കരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നത് ഉരുൾപൊട്ടൽ ആണോ എന്ന് അറിയില്ല. പക്ഷേ ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ അവിടെ ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ മലവെള്ളപ്പാച്ചിലിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുക. അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിപ്രധാനം. ഇപ്പോഴും എയർലിഫ്റ്റിംഗ് സാധ്യമാകുന്നില്ല. അതിന് പകരം അങ്ങോട്ടേക്ക് പോയ സൈനികാംഗങ്ങൾ ഇങ്ങേക്കരയിൽ നിന്ന് അങ്ങേക്കരയിലേക്ക് കിട്ടിയ കയറ് വഴി കൊണ്ടുവരുന്നത് പ്രേക്ഷകർ കാണുന്ന മേപ്പാടി MCHലെ ദൃശ്യങ്ങളാണ്. അങ്ങേയറ്റം സങ്കടവും വേദനാജനകവുമാണ്. അങ്ങോട്ടേക്ക് ഉറ്റവരെ തേടി അലയുകയാണ് ഓരോരുത്തർക്ക്, കാണാനില്ലാത്തവരെ തേടി അലയുകയാണ് ആശുപത്രിയിൽ തോറും. അത് വല്ലാത്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അവർ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നുള്ള ആദിയിൽ വേവലാതിയിൽ ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് കയറി ഇറങ്ങുകയാണ് അവിടുത്തെ പാവങ്ങൾ, അവിടുത്തെ ബന്ധുക്കൾ. അവിടെ നിന്ന് ഓരോ ആശുപത്രിയിൽ തങ്ങളുടെ ഉറ്റവരെ ജീവനില്ലാത്ത അവസ്ഥയിൽ കാണുമ്പോൾ അവർ തകർന്നു പോകുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കാണുന്നു. അങ്ങേയറ്റം വേദനാജനകമാണ്. കേരളം കണ്ട ദുരന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ പട്ടികയിലെ ഏറ്റവും ഒന്നാമത്തെയോ ഒക്കെ ദുരന്തമായി കണക്കാക്കാവുന്ന ഒന്നാണ് എന്ന് തോന്നുന്നു. അത്രത്തോളം വലിയ വ്യാപ്തിയാണ് ഈ ദുരന്തത്തിനുള്ളത്. പ്രേക്ഷകർ ഒരു സൈഡിൽ കാണുന്ന രക്ഷാദൗത്യം ഇപ്പോൾ തുടരുകയാണ്. അവിടെ വലിയ തോതിൽ കോടമഞ്ഞ് പെയ്തിങ്ങനെ ഇറങ്ങാണ്. അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ വിസിബിലിറ്റിയെ വല്ലാതെ അത് ബാധിക്കുകയാണ്. ആ വിസിബിലിറ്റി ഇപ്പോഴും കെട്ടിയ കയറിൽ കൂടി അവിടെ കണ്ടെത്തിയ 100ഓളം പേരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. 100 പേരല്ല, യഥാർത്ഥത്തിൽ അവിടെ 100 പേരല്ല. അവിടെ നമ്മുടെ അറിവിൽ തന്നെ
ഈ പറഞ്ഞ ട്രീവാലി റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിൽ 200ഓളം പേരുണ്ട്, മറ്റൊരു കുന്നിൽ 200ഓളം പേരുണ്ട്, വേറൊരു ബംഗ്ലാവിൽ 200ഓളം പേരുണ്ട്. ഇതൊക്കെ ഈ സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഫോണിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ അറിവിൽ തന്നെ പല സ്ഥലങ്ങളിൽ 300-400ഓളം പേർ ഇതിനോടകം കുടുങ്ങിക്കിടക്കുകയാണ്. അവർ രാവിലെ മുതൽ അവിടെ കുടുങ്ങി, രാവിലെ അല്ല രാത്രി മുതൽ ഈ മേഖലകളിൽ അഭയം തേടി ഓടിക്കയറിയവരാണ്. ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അവിടെ തന്നെ കുടുങ്ങിയവരാണ്, അവിടെ തന്നെ കിടക്കുന്നവരാണ്. പിന്നീടാണ് ബാക്കിയാണ് വീടുകളുടെ അവസ്ഥ. 50ഓളം വീടുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ പൊളിഞ്ഞടുങ്ങി എന്ന് പറയുന്നുണ്ട് അവിടെ. ആ വീടുകൾക്കുള്ളിൽ ഇപ്പോഴും ആളുകളുണ്ടോ എന്നറിയില്ല, ആളുകളുണ്ടെങ്കിൽ ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, എത്ര പേർ മരിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, എത്ര പേർ ജീവനോടെ ഉണ്ടെന്ന് അറിയില്ല, എത്ര പേർ ആ മേഖലകളിൽ ജീവനോട് അല്ലെങ്കിൽ മരണത്തോട് മല്ലടിക്കുന്ന രീതിയിൽ പരിക്കേറ്റവരുണ്ടെന്ന് അറിയില്ല. അത് പറയാനുള്ള കാരണം ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾ പലതും ഛിന്നഭിന്നമായിരുന്നു എന്നതിനർത്ഥം അത്രത്തോളം ഇമ്പാക്റ്റ് ഈ മേഖലയിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഈ വീടുകളുടെ അവസ്ഥ, അതിന് യഥാർത്ഥ ചിത്രം അറിയണമെങ്കിൽ അതിനകത്ത് പോയി പുറത്തു വന്ന ആരെങ്കിലും അക്കാര്യം പറയണം. ഇതുവരെ ആ വിവരങ്ങൾ നമുക്കില്ല, ആ ദൃശ്യങ്ങൾ നമുക്കില്ല. അങ്ങോട്ടേക്ക് പൂർണ്ണാർത്ഥത്തിൽ എത്താനും കഴിയുന്നില്ല ആർക്കും. രക്ഷാപ്രവർത്തകർ കുറച്ചുപേർ അങ്ങോട്ടേക്ക് കയറുകെട്ടിപ്പോയതല്ലാതെ ഒരു 100% ഫുൾ ടേണിലുള്ള രക്ഷാദൗത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അത് സാധ്യമാകുന്നില്ല. അതിന് കാരണം കോടമഞ്ഞാണ്, ദുഷ്കര ദൗത്യമാണ്, പാലമില്ലാത്തതാണ്. പാലം നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളുമായാണ് സൈന്യം എത്തിയത്. പക്ഷേ പാല നിർമ്മാണം ഇപ്പോൾ വേണ്ട, പിന്നത്തേക്ക് മതി എന്ന് എന്തുകൊണ്ടോ സൈന്യം തീരുമാനിക്കണം. അതിന് കാരണം ഇപ്പോൾ പാല നിർമ്മാണത്തിലേക്ക് പോയാൽ അതിന് അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു പ്രൊസീജിയറും പ്രോസസ്സുമാണ്. അപ്പോൾ ഇപ്പോൾ അതിലേക്ക് പോകണ്ട, ഇപ്പോൾ അങ്ങോട്ടേക്ക് പരമാവധി ആളുകളെ പുറത്തേക്ക് എത്തിക്കുക എന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് സൈന്യം പോയി. അതുകൊണ്ടാണ് കയറ് കെട്ടിയ അക്കരയിലേക്ക് പോയി ആ കയറിൽ കൂടി തന്നെ അവിടെ കിട്ടുന്ന പരമാവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന നീക്കത്തിലേക്ക് സൈന്യം പോയത്. അല്പസമയത്തിനകം തന്നെ എയർലിഫ്റ്റിംഗ് ഉണ്ടായേ മതിയാവുകയുള്ളൂ, എയർലിഫ്റ്റിംഗ് സാധ്യമായേ മതിയാവുകയുള്ളൂ. എയർലിഫ്റ്റിംഗ് ആണ് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാമാർഗം എന്നുള്ളതിനാണ് അവിടെയുള്ളവർ പറയുന്നത്. കാര്യം അവിടെ ഈ കയറിൽ തൂങ്ങി വരാൻ ഉള്ള ആരോഗ്യമുള്ളവർ എത്രത്തോളം പേരുണ്ട് എന്ന കാര്യം ഇപ്പോഴും അറിയില്ല. 3 പേരുടെ നിലയൊക്കെ ആരോഗ്യനിലയൊക്കെ വല്ലാത്ത ഗുരുതരാവസ്ഥയിലാണ് നമുക്ക് നേരത്തെ അവിടെ നിന്ന് സൂചനകൾ വരുന്നുണ്ടായിരുന്നു. എന്താണ് ഈ മേഖലയിലെ അവസ്ഥ നമുക്ക് കൃത്യമായും അറിയില്ല. അവിടെ ഓരോ സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ വിളിച്ച് കരച്ചിലിൻ്റെ വക്കോളമുള്ള വിലാപത്തോടു കൂടി പറയുന്ന, കേട്ടാൽ സങ്കടം വരുന്ന, കേട്ടാൽ കരച്ചിൽ വരുന്ന അവരുടെ വിലാപങ്ങൾ കൂടി മാത്രമാണ് നമുക്ക് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ദുരന്തഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ പൂർണ്ണ ചിത്രം പുറത്തേക്ക് വന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ മുണ്ടക്കൈയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തിയ ആളുകളെ ഈ ചൂരൽമലയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങേയറ്റം ദുർബലരായി ക്ഷീണിതരായി കാണപ്പെടുന്നു ആ ആളുകൾ. എന്തായാലും മുണ്ടക്കൈയിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് തുടങ്ങി എന്നറിയുന്നത് അങ്ങേയറ്റം ഈ രക്ഷാദൗത്യത്തിൻ്റെ കൃത്യമായ ഒരു ടേണാണ്, കൃത്യമായ ഒരു വഴിത്തിരിവാണെന്ന് ഉറപ്പായും പറയാം. കാര്യം എത്തിപ്പെടേണ്ടത് മുണ്ടക്കൈയിലേക്കാണ്. അവിടുത്തെ അവസ്ഥ യഥാർത്ഥത്തിൽ അറിയേണ്ടത്. പ്രേക്ഷകർ ഈ ദൃശ്യങ്ങൾ തന്നെ പ്രകടമാണ്. ഈ കോടമഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റം കാണാൻ കഴിയാത്ത രീതിയിലുള്ള കോടമഞ്ഞ് ഇങ്ങനെ കുത്തനെ ഇങ്ങനെ പെയ്തിറങ്ങുന്നൊരു സാഹചര്യം അവിടെയുണ്ട്. ഇപ്പോൾ സമയം 4:45 ആവുന്നതേ ഉള്ളൂ. 5 മണി 6 മണി 7 മണിയൊക്കെ ആവുന്ന സമയത്ത് കൂടുതൽ കോടമഞ്ഞും ഇരുട്ടുമൊക്കെ ആയിക്കഴിഞ്ഞാൽ രക്ഷാദൗത്യം എത്രത്തോളം ദുഷ്കരമാകുമെന്ന കാര്യം ഉറപ്പില്ല. പിന്നെ അവിടെ സാധ്യമാവുക സെർച്ച് ലൈറ്റ് ഘടിപ്പിച്ച ഹെലികോപ്റ്റർ മാത്രമാണ്. എപ്പോഴാണ് ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് എത്തുക എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. കാര്യം അവിടെ നിന്ന് കോയമ്പത്തൂരിൽ എത്തിയ ഹെലികോപ്റ്ററിന് അവിടെ ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടേക്ക് പോകാൻ കഴിയാതെ കാലാവസ്ഥ ദുഷ്കരമായതിന് അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം കൂടുതൽ വ്യോമസേനയുടെ സഹായം എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും കാലാവസ്ഥ അതിന് അനുകൂലമാകുന്നുണ്ടെന്ന് അറിയില്ല. SK എന്താ ഇപ്പോൾ നടക്കുന്നത് മുണ്ടക്കൈ മേഖലയിൽ നിന്നുള്ള രക്ഷാദൗത്യമാണ് ഈ മണിക്കൂറുകളിലെ.